ഇങ്ങനെയൊരു പഴഞ്ചൊല്ലുണ്ട്, ലെറ്റ് യുവർ കോൺഷ്യൻസ് ബി യുവർ ഗൈഡ് ആസ് ലോങ് ആസ് യുവർ കോൺഷ്യൻസ് ഈസ് ഗ്രൗണ്ടഡ് ഇൻ ആൻഡ് ഗൈഡഡ് ബൈ ദി ക്ലിയർ ടീച്ചിങ്സ് ഓഫ് ഗോഡ്സ് വേർഡ്. നിങ്ങളുടെ മനസാക്ഷി ദൈവവചനത്തിലെ വ്യക്തമായ പഠിപ്പിക്കലുകളിൽ അടിയുറച്ച് നയിക്കപ്പെടുന്നിടത്തോളം നിന്റെ മനസാക്ഷി നിന്റെ വഴികാട്ടിയാകട്ടെ. രണ്ട് മനസാക്ഷി സമൂഹ കൂട്ടങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഒന്ന്, ദൈവവചനവുമായി ബന്ധമില്ലാത്ത മനസാക്ഷിക്കൂട്ടർ. രണ്ട്, ദൈവവചനത്തിൽ വേരൂന്നി നിൽക്കുന്ന മനസാക്ഷിക്കൂട്ടർ. ഏതൊരു വൃത്തികെട്ടവനും മനസാക്ഷി എന്നൊന്നുണ്ട്. അവൻ്റെ മനസാക്ഷി കോടതിയിൽ തെറ്റും ശരിയും തീരുമാനിക്കുന്നത് അവൻ തന്നെയാണ്. തനിക്ക് ശരിയെന്ന് തോന്നുന്നത് അത് അനീതിയായാൽ പോലും, ക്രൂരമായ കൃത്യമായാൽ പോലും അത് ചെയ്യുന്നു. ഇങ്ങനെയുള്ളവർക്ക് മനസാക്ഷി ഉള്ളതുമില്ലാത്തതും ഒരുപോലെയാണ്. എന്നാൽ മറ്റേ കൂട്ടരാകട്ടെ ദൈവവചനം അറിയുകയും അതിൽ അടിയുറച്ച് ജീവിക്കുന്നവരുമാണ്. അവർ പറയുന്നതല്ല, അവർ ചിന്തിക്കുന്നതുമല്ല, പിന്നെയോ ദൈവവചനം പറയുന്ന തെറ്റും ശരിയുമാണ് അവർക്കുള്ളതും അവരുടെ മനസാക്ഷിക്കുള്ളതും. നാം പഠിച്ച ദൈവവചനത്തിലെ സത്യങ്ങളും അടിസ്ഥാനങ്ങളുമായിരിക്കണം നമ്മുടെ മനസാക്ഷിയുടെയും അടിസ്ഥാനം. അങ്ങനെ നമ്മുടെ മനസാക്ഷിയെ ദൈവവചനവുമായി ബന്ധിപ്പിച്ച് രൂപപ്പെടുത്തുമ്പോൾ നമുക്ക് നമ്മുടെ മനസാക്ഷിയെ വിശ്വസിക്കുവാൻ കഴിയും. ഈ മനസാക്ഷിയെയാണ് ഗുഡ് കോൺഷ്യൻസ്, നല്ല മനസാക്ഷി എന്ന് പൗലോസ് തിമോത്തിയോസിൻ്റെ 1 ലേഖനം 1 അധ്യായത്തിൻ്റെ 18 വാക്യത്തിൽ പറയുന്നത്. എന്നിട്ട് താൻ പറയുകയാണ്, അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക എന്ന്. വിശ്വാസ ജീവിതത്തിലേക്ക് വന്നിട്ട് ഏറെക്കാലം കഴിഞ്ഞവരായിരിക്കുമല്ലോ നമ്മിൽ മിക്കപേരും. തെറ്റേത് ശരിയേത് എന്ന് നാം ഇതിനോടകം നന്നായി മനസ്സിലാക്കിയവരുമാണ്. നാം നിൽക്കുന്നത് ഒരു യുദ്ധക്കളത്തിലാണ്. നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞ് വിശ്വാസക്കപ്പൽ തകർന്നുപോയ ഹുമനിയോസും അലക്സണ്ടറുമൊക്കെയുള്ള സാക്ഷികളുടെ വലിയ സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. ഒരു നല്ല മനസാക്ഷി രൂപപ്പെടുത്തുന്നതിന് പരിശുദ്ധാത്മാവിൻ്റെ സഹായം ധാരാളം നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. ഇനിയും നാം ചെയ്യേണ്ടിയത് നമുക്കുള്ള നല്ല മനസാക്ഷിയോട് കൂറു പുലർത്തി ജീവിക്കുക എന്നതത്രേ. അങ്ങനെ നാം മനസാക്ഷിയെ അനുസരിച്ച് നടന്നാൽ ഒടുവിൽ ദൈവസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി പ്രാഗൽഭ്യത്തോടെ നിൽക്കുവാൻ നമുക്കിടയാകും. ഹാവ് എ ബ്ലെസ്സഡ്